നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. 1201 വർഷഫലങ്ങൾ, അതായത് 2025 ആഗസ്റ്റ് 17 മുതൽ 2026 ആഗസ്റ്റ് 16 വരെയുള്ള കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ, അതായത് പുണർദം മുക്കാൽ ഭാഗം, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 12-ൽ വ്യാഴവും അഷ്ടമത്തിൽ രാഹുവും ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സഞ്ചാരവുമാണ് നടക്കുന്നത്. സാമ്പത്തിക വിഷയം നമ്മൾ നോക്കിയാൽ സാമ്പത്തിക ചിലവ് അധികരിക്കാതെ നോക്കേണ്ടതാണ്. പല രീതിയിൽ ധനം വന്നു ചേരും, എന്നാൽ അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കാതെ സൂക്ഷിക്കുക. പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാവുന്നതാണ്, പക്ഷേ അവയിലെല്ലാം വളരെ ശ്രദ്ധ കൊടുക്കുകയും വേണം. ആരോഗ്യ വിഷയം ഗുണകരമായിരിക്കും. ഉദരപീഡ, പാദരോഗം ഇവയുണ്ടാകാം, വിഷമിക്കേണ്ടതില്ല. മുൻപുണ്ടായിരുന്ന പല രോഗാവസ്ഥകളും മാറിക്കിട്ടുന്ന കാലഘട്ടമാണ്. വിവാഹയോഗമെടുത്താൽ നല്ല വിവാഹം, ഇഷ്ടവിവാഹം ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബപരമായ വഴക്കുകളും സഹോദരാദി വിരോധവും മാറിക്കിട്ടുന്ന കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന സൗഖ്യമുണ്ടാകും. നല്ല വിദ്യാഭ്യാസ യോഗമുണ്ടെങ്കിലും അലസത, ഉത്സാഹക്കുറവ് ഇവയുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗവും നൂതന പഠന സമ്പ്രദായവും പ്രൊഫഷണൽ കോഴ്സുമായി ബന്ധപ്പെട്ടതിൽ അനുകൂലതയും ഉണ്ടാകുന്ന കാലമാണ്. മുൻ വർഷങ്ങളേക്കാൾ വിദ്യാഭ്യാസത്തിൽ വളരെ മെച്ചമുണ്ടാകുന്ന ഒരു വർഷമാണ് ഇത്. ഗൃഹനിർമ്മാണം, ഭൂമി ലഭ്യത, വാഹനയോഗം, വ്യാപാര ഗുണം ഇവയുണ്ടാകും. കർമ്മമേഖലയിൽ ഉന്നതിയും തൊഴിൽ ലഭ്യതയും, പുതിയ ബിസിനസ് സംരംഭത്തിൽ വിജയവും, പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ബിസിനസ്സും വിദേശ ജോലി ലഭ്യതയും സാധ്യമാകും. ജോലിയിൽ പ്രവേശനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സാധ്യതയുള്ള കാലമാണ്. കലാകായിക രംഗത്തും വിജയമുണ്ട്. ഭാഗ്യം പല സന്ദർഭങ്ങളിലും ഉണ്ടാകും. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഭാഗ്യം കൊണ്ട് നടന്നു കിട്ടും. ചുരുക്കി പറഞ്ഞാൽ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ ധാരാളം അനുഭവിക്കാൻ യോഗമുള്ള കാലവുമാണ്. നമസ്കാരം.